ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് 4 സിമ്പിൾ റെസിപ്പിയാണ്. മനസ്സ് നിറഞ്ഞ് ചോറുണ്ണാൻ പറ്റുന്ന എന്നാൽ വളരെ പെട്ടെന്ന് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന 4 ചെറിയ വിഭവങ്ങൾ. അപ്പോൾ നമുക്ക് നോക്കാം. ഉള്ളി കൊണ്ടുള്ള ഒരു സാലഡാണ് ആദ്യം നമ്മൾ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കുക. അതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കൂടുതലൊന്നും വേണ്ട, 1 ടേബിൾ സ്പൂൺ തന്നെ മതിയാകും. എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 2 സവാള മുറിച്ചെടുത്ത് ചേർത്ത് കൊടുക്കണം. ഒരുപാട് നീളത്തിലല്ല, എന്നാൽ വളരെ ചെറുതായിട്ടുമല്ല മുറിച്ചെടുത്തിട്ടുള്ളത്. കുറച്ച് സൈഡ് ഇങ്ങനെ കട്ട് ചെയ്ത് ചെറുതും വലുതൊക്കെ ആയിട്ട് മുറിച്ചെടുത്തിട്ടുള്ളതാണ്. നമ്മൾ സാലഡിനൊക്കെ മുറിച്ചെടുക്കുന്ന പോലെ തന്നെ. അപ്പോൾ അത് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം. അതുപോലെ എരിവിന് ആവശ്യമായിട്ട് ഒരു 2-3 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുക. 3 പച്ചമുളകൊന്നും ഉണ്ടെങ്കിൽ എരിവ് കൂടുമൊന്നുമില്ല, കാരണം നമ്മൾ ഒരുപാട് നേരമൊന്നും വഴറ്റുന്നില്ല. ഏകദേശം ഒരു 1 മിനിറ്റേ വഴറ്റുന്നുള്ളൂ. അപ്പോൾ അതിലേക്ക് ഇറങ്ങുന്ന എരിവ് അത്രയ്ക്ക് കൂടുതലൊന്നും ഉണ്ടാവില്ല. ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് വഴന്ന് വരേണ്ട ആവശ്യമില്ല. ഏകദേശം ഒരു 1-2 മിനിറ്റ് ഒന്ന് ചൂടാക്കി വഴറ്റിയെടുത്താൽ മതി. അതായത് ഉള്ളിയുടെ ആ ഒരു പച്ച കടിക്കുന്ന ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുകയും വേണം, എന്നാൽ ഒന്നങ്ങ് ചൂടായി കിട്ടുകയും വേണം. അത്ര മാത്രം മതി ഈ ഒരു രീതിയിൽ. ഇതിലേക്ക് ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. പാകത്തിനുള്ള ഒരു ചെറിയൊരു കളർ മാത്രം മതി, ഒരുപാട് മഞ്ഞൾപ്പൊടിയുടെ ഒന്നും ആവശ്യം വരില്ല. അതുപോലെ ഒരു 2 നുള്ളു മുളക് പൊടി. ഒരുപാട് മുളക് പൊടി വേണ്ട, കാരണം ഇതിൻ്റെ കളർ ഒരുപാട് മാറിപ്പോകാൻ പാടില്ല. ചെറിയ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇത്തിരി മുളക് പൊടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുക. ആദ്യം കുറച്ച് ഒഴിച്ച് നോക്കിയിട്ട് പുളി നിങ്ങൾക്ക് എത്രത്തോളം വേണമെന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഈ എടുത്തിട്ടുള്ള അളവിലേക്ക് ഇപ്പോൾ നമുക്കൊരു 2 ടീസ്പൂൺ വിനാഗിരി കറക്റ്റ് അളവ് തന്നെയായിരിക്കും. സാധാരണ ഏകദേശം ഇതേ രീതിയിൽ ഉള്ളിത്തോരനൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതാണ്, പക്ഷെ അതിൻ്റെ രുചിയല്ല കേട്ടോ ഇതിനുള്ളത്. ശരിക്കും വിനാഗിരിയൊക്കെ വരുന്ന സമയത്ത് ശരിക്കും ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് തന്നെയാണുള്ളത്. വളരെ എളുപ്പത്തിൽ ഒരു 2 മിനിറ്റ് തന്നെ മതി ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. പക്ഷേ നല്ല ചോറിൻ്റെ കൂടെ ഈ ഒരൊറ്റൊരു കറി ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് കഴിക്കാനായിട്ട് പറ്റും. ഇനി സ്കൂളിലൊക്കെ പോകുന്ന വലിയ കുട്ടികൾക്ക്, സ്കൂളിൽ കോളേജിലൊക്കെ പോകുന്ന കുട്ടികൾക്കൊക്കെ ലഞ്ചിൽ കൂടെ കറിയായിട്ട് കൊടുത്തുവിടാനൊക്കെ പറ്റുന്ന നല്ലൊരു റെസിപ്പി ആയിരിക്കും ഇത്. അടുത്തത് നമ്മൾ ഉണക്കൽ മീൻ വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പിയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ കൂടുതൽ ആളുകൾക്കൊക്കെ അറിയുന്നതായിരിക്കും, എന്നാലും അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഇത് യൂസ്ഫുൾ ആകും. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉണക്കൽ മീനിൽ മാന്തലും എടുത്തിട്ടുണ്ട്, കുറച്ച് സ്രാവും എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. ഇത് നമ്മൾ സാധാരണ വറുത്തെടുക്കുന്ന പോലെ തന്നെ വറുത്തെടുക്കുക. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ഈ സമയത്ത് മുളക് പൊടി കുറച്ച് ചേർത്ത് കൊടുക്കുക. മീൻ വറുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ചൂടാക്കി എടുത്തിട്ട് അതിലേക്ക് മീൻ ചേർത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഈ സമയത്ത് ഞാൻ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി ഒരു ഇത്തിരി മുളക് പൊടി എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ആദ്യമേ മഞ്ഞൾപ്പൊടിയുടെ കൂടെ തന്നെ മുളക് പൊടി മിക്സ് ചെയ്യാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. ഒരു ഭാഗം ഫ്രൈ ആവുന്ന സമയത്ത് തിരിച്ചും മറിച്ചിട്ടിട്ട് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കണം. പെട്ടെന്നായി കിട്ടും. ഉണക്കൽ മീൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല. വറുത്തെടുത്തിട്ടുള്ള മീൻ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. മീൻ വറുത്തെടുത്തിട്ടുണ്ടായിരുന്ന വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് മീനിൻ്റെ മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. ഈ വറുത്തെടുത്തിട്ടുള്ള മീനിലേക്ക് കുറച്ച് കാന്താരി മുളക്, നല്ല ഫ്രഷ് ആയിട്ടുള്ള കാന്താരി മുളക് ഇട്ട് കൊടുക്കുക. അത് ഇനി നല്ലൊരു ഇടിമുട്ടിയൊക്കെ വെച്ചിട്ട്, ഇടിമുട്ടി മീൻസ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതയ്ക്കുന്ന കല്ല് വെച്ചിട്ടൊന്ന് ചതച്ച് കൊടുക്കുക. അമ്മിയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അമ്മിയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചതച്ച് കുത്തിയെടുത്താൽ മതി. കാന്താരി മുളക് മീനിൻ്റെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ആ കാന്താരിയുടെ എരിവും അതുപോലെ തന്നെ ആ ഒരു ഫ്ലേവറൊക്കെ മീനിലേക്ക് പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റായിട്ട് കിട്ടും. ഇനി കാന്താരി തീരെ കിട്ടാത്തവർക്കാണെങ്കിൽ പച്ചമുളക് ചെറിയ പീസാക്കിയിട്ട് മുറിച്ചിട്ടിട്ട് ഇങ്ങനെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മൾ മീൻ മൊത്തത്തിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരു ഭാഗത്ത് മാന്തൽ മീൻ പൊടിച്ചെടുത്തതും മറ്റേത് നമ്മൾ സ്രാവ് മീൻ പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. മാന്തലാവുന്ന സമയത്ത് ഒരു ഇത്തിരി മുള്ളൊക്കെ ഉണ്ടാവും. ആ മുള്ളങ്ങ് എടുത്ത് മാറ്റി കളഞ്ഞാൽ മതിയാകും. ശരിക്കും പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഉണക്കൽ മീൻ വറുത്ത് കഴിഞ്ഞിട്ട് കാന്താരി കൂട്ടി ഇടിക്കുക എന്ന് പറയുന്നൊരു ചെറിയ കാര്യം തന്നെയാണ്. പക്ഷെ അതിൻ്റെ ടേസ്റ്റ് കഴിച്ചിട്ടുള്ളവർക്ക് അറിയാനായിട്ട് പറ്റും. നമ്മൾ വിചാരിക്കുന്ന ടേസ്റ്റ് അല്ല, അതിൻ്റെ എത്രയോ മുകളിലായിരിക്കും ഈ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. കാന്താരി മുളകിൻ്റെ ഫ്ലേവർ പിന്നെ ഉണക്കൽ മീനിൻ്റെ ആ ഒരു ഉപ്പ് ടേസ്റ്റ് ഒന്നും കൂടുതൽ മുൻപിലേക്ക് വരുമൊന്നുമില്ല. നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഇനി നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന 2 രീതിയിലുള്ള ചമ്മന്തിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഉപ്പിലിട്ട നെല്ലിക്ക, മാങ്ങയൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന 2 ചമ്മന്തി. ആദ്യത്തെ രീതിയിലുള്ള ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ഉപ്പിലിട്ട നെല്ലിക്ക ഒരു 2-3 എടുക്കുക. നമുക്ക് എത്രത്തോളം അളവ് വേണം അതിനനുസരിച്ചിട്ട് എടുക്കാം.
നെല്ലിക്ക വെച്ചിട്ട് ഇപ്പോൾ ഉണ്ടാക്കുന്ന ചമ്മന്തിയുടെ അതേ റെസിപ്പി തന്നെയാണ് ഉപ്പിലിട്ട മാങ്ങ വെച്ചിട്ടും ചമ്മന്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലത്തെ ചെറിയ കണ്ണിമാങ്ങ ഉപ്പിലിട്ടത്, അതല്ലെങ്കിൽ വലിയ മാങ്ങ ഉണ്ടെങ്കിൽ പീസാക്കിയിട്ടുള്ള കുറച്ച് ഉപ്പുമാങ്ങ പീസൊക്കെ എടുത്തിട്ട് ഇതേ രീതിയിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ ഉപ്പിലിട്ട നെല്ലിക്കയുടെ ചമ്മന്തി മാത്രമേ കാണിക്കുന്നുള്ളൂ. മാങ്ങയാണ് കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്താൽ തന്നെ മതിയാവും. എടുക്കുന്ന സമയത്ത് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുക. കുരുവൊക്കെ മാറ്റിയിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കാൻ പാകത്തിന് റെഡിയാക്കിയിട്ട് എടുക്കുക. ഇത് നമുക്ക് മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് മാറ്റാം. അമ്മിയുള്ളവരാണെങ്കിൽ അമ്മിയിൽ തന്നെ ചെയ്താൽ മതിയാകും. ഇതിലേക്ക് ഒരു 4 ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം, ചെറിയ ചുവന്നുള്ളി. അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായി മുറിച്ചെടുത്താണ്. ഇഞ്ചി കൂടുതൽ വേണ്ട, ഇഞ്ചിയുടെ ഫ്ലേവർ കൂടുതൽ വന്നാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ഇതിലേക്ക് കുറച്ച് കാന്താരി മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. കാന്താരി മുളക് തീരെ ഇല്ലാത്തവർക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതുപോലെ കുറച്ച് കറിവേപ്പിലയും. ആദ്യം ഇതെല്ലാം കൂടി ചേർത്ത് മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുക്കാം. മിക്സിയിലാണെങ്കിൽ ബാക്ക് ബട്ടൺ പ്രസ് ചെയ്തിട്ട് അടിച്ചെടുക്കുകയായിരിക്കും നല്ലത്, പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങയുടെ അളവ് എന്ന് വെച്ചാൽ ഒരു 2-3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത് മതി, കൂടുതലൊന്നും വേണ്ട. ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ഈ സമയത്ത് ഇട്ട് കൊടുക്കുക. ഉപ്പിടുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം, ഉപ്പിലിട്ട നെല്ലിക്ക ആയതുകൊണ്ട് തന്നെ ചെറിയൊരു ഉപ്പ് ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്നങ്ങ് കറക്കിയെടുക്കുക. ഒരുപാട് അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ ചമ്മന്തി മിക്സിയിലിട്ട് നന്നായിട്ട് കറക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഇനി കുറച്ചുകൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടെ ഉറ്റിച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതുകൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ രീതിയിലുള്ള ചമ്മന്തി. ഉപ്പിലിട്ട നെല്ലിക്ക വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തു വെക്കാൻ പറ്റുന്ന നല്ലൊരു ചമ്മന്തി റെസിപ്പി തന്നെയായിരിക്കും. ഉപ്പുമാങ്ങ വെച്ചിട്ട് അധികം ആളുകളും ചെയ്യുന്നത് തന്നെയായിരിക്കും. അതുകൊണ്ടാണ് മാങ്ങ ഒഴിവാക്കിയിട്ട് ഞാൻ നെല്ലിക്ക വെച്ച് ചെയ്തത്. അടുത്ത ചമ്മന്തിയും ഇതുപോലെ തന്നെ ഉപ്പിലിട്ട നെല്ലിക്ക കൊണ്ടാണ് ഞാൻ റെഡിയാക്കുന്നത്. ഉപ്പിലിട്ട നെല്ലിക്കയില്ല, പച്ച നെല്ലിക്കയാണ് നമ്മുടെ കയ്യിലുണ്ടെങ്കിലും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ചമ്മന്തി തന്നെയാണിത്. ഈ ഒരു ചമ്മന്തിക്ക് എന്ന് വെച്ചാൽ നമ്മൾ മുൻപ് ചെയ്തതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് കാന്താരി മുളക് അല്ലെങ്കിൽ പച്ചമുളക് അല്ല, ചുവന്ന മുളകാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ തേങ്ങ ഇതിലേക്ക് ചേർക്കുന്നില്ല. ഇത്രയും ഇൻഗ്രീഡിയൻസ് നമ്മൾ മിക്സിയിൽ ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്നങ്ങ് ഒതുക്കിയെടുക്കുക. അതാണ് നമ്മുടെ ഈ ഒരു ചമ്മന്തി എന്ന് പറയുന്നത്. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുള്ള ഉപ്പ് നെല്ലിക്ക കുറച്ച് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 2-3 ചെറിയുള്ളി, അതുപോലെ തന്നെ ഒരു ഇത്തിരി കറിവേപ്പില, പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായി മുറിച്ചെടുത്തത്, പിന്നെ ഒരു 3-4 വറ്റൽമുളക്, നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ മിക്സിയിൽ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് കറക്കിയെടുക്കുക. ഇതുപോലെ ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. അമ്മിയിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത്. ഈ ചമ്മന്തിയും ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. അതുപോലെ ഒരു ഇത്തിരി പച്ച വെളിച്ചെണ്ണ കൂടെ ചേർത്ത് മിക്സ് ചെയ്താൽ നമ്മുടെ ഈ ഒരു ചമ്മന്തിയും റെഡിയായി. നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ ഇതിൽ ഏതെങ്കിലും ഒരു വിഭവം മതി നമുക്ക് വയറ് നിറച്ച് ചോറുണ്ണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൽ ഏതെങ്കിലും ഒരു ചമ്മന്തി, ആ ഉള്ളി സാലഡ്, അതല്ലെങ്കിൽ ഒരു ചമ്മന്തി നമ്മുടെ ആ ഉണക്കമീൻ കാന്താരി വറുത്തത്, അതും കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല രുചിയായിട്ട് വയറ് നിറച്ച് ചോറുണ്ണാനായിട്ട് കഴിയും. നോൺ വെജൊക്കെ മടുത്തിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന റെസിപ്പികളാണിത്. ഇതിൽ കുറേയൊക്കെ ചിലവർക്കൊക്കെ അറിയുന്നതായിരിക്കും, എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുത്. വളരെ സിമ്പിൾ റെസിപ്പി തന്നെയാണ്, എന്നാലും അതിൻ്റെ രുചി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പിടി മുൻപിലായിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്